ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ റെസിപ്പി വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്ന ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണാം എല്ലാവർക്കും. അമിത വണ്ണം, കുടവയറ്, കാരണം ഒത്തിരി പേര് ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും. അതിൽ ഞാനും ഒരാളാണ്. ഫ്ലാറ്റായ സ്റ്റൊമക്ക് ആരാണ് ഇഷ്ടപ്പെടാത്ത? ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരുപോലെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാക്കാൻ വയ്ക്കാം. അതിൽ 2 കഷ്ണം കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. കറുവാപ്പട്ട പൊടി വേണേലും ചേർത്ത് കൊടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അതിന് ശേഷം ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചിലർ കൊച്ചു കൊച്ചു പീസസ് ആയിട്ട് ഇടും. അതിനേക്കാട്ടിലും നല്ല റിസൾട്ട് കിട്ടുന്നത് നമ്മൾ ചതച്ചിട്ടാലാണ്. അപ്പോൾ ഒരു ചെറുതായിട്ടൊരു തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയുടെ അളവ് കുറച്ചാൽ മതി. എരി ഉണ്ടെങ്കിൽ കുറച്ച് അളവ് കുറയ്ക്കണം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പം ഈ ഒരു വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വെയിറ്റ് കുറയുമെന്ന് പ്രതീക്ഷിക്കരുത്. അതിനുവേണ്ടി നമ്മൾ ഡയറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ജങ്ക് ഫുഡ്സ്, അതുപോലെ മധുര ഫുഡ് ഐറ്റംസൊക്കെ കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുകൊണ്ട് മാത്രമേ നമ്മുടെ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇത് വലിയ വയറില്ല, ഒരുവിധം വയറുള്ളവർക്ക് നല്ല റിസൾട്ട് കിട്ടും. കുറച്ച് ഏറെ വയറുള്ളവരാണെങ്കിൽ ഒരു മാസം എന്തായാലും പരീക്ഷിച്ച് നോക്കണം. എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഈ ഒരു ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. പെട്ടെന്ന് നമ്മുടെ കൊഴുപ്പുകളൊക്കെ മാറ്റാനും നമുക്ക് നല്ല ഡൈജഷൻ പ്രോപ്പർ നടക്കാനും ഒരു പറ്റിയ ഒരു ഡ്രിങ്കാണ്. അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചെറിയൊരു ചൂടോടെ വേണം കുടിക്കേണ്ടത്. നമ്മൾ കുടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നാലും അതൊന്ന് കണ്ണടച്ച് കുടിക്കണം. എന്തായാലും നമുക്ക് റിസൾട്ട് വേണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടാലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ചെറുനാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ നാരങ്ങ അലർജി ഉള്ളവരാണെങ്കിൽ 1 ടീസ്പൂൺ ഹണി ചേർക്കാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോൾ നമ്മൾ ചെറു ചൂടോടെ വേണ്ടി കുടിക്കേണ്ടത്. രാത്രി ടൈം ആണ് കുടിക്കേണ്ടത്. ആഹാരം കഴിച്ച് ഒരു അരമണിക്കൂർ, നമ്മൾ കിടക്കാൻ പോകുന്നതിന് അരമണിക്കൂർ മുമ്പായിട്ടാണ് കഴിച്ചിരിക്കേണ്ടത്. അതുപോലെ തന്നെ വാരി വലിച്ച് ഓയിലി ഫുഡ് നമുക്ക് കഴിച്ചിട്ട് നമ്മൾ ഈ ഡ്രിങ്ക് കുടിക്കുവാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടത്തില്ല. ഇതെല്ലാം ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് വേണം ചെയ്യേണ്ടത്. അതുപോലെ ഒരു 30 മിനിറ്റ്സ് ഒരു വാക്കിങ് അല്ലെങ്കിൽ എക്സസൈസ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. എനിക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും.